Hello my dears, welcome to AECS online class. നമ്മൾ പ്രാക്ടീസ് ബുക്ക് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ബാക്കി പഠിക്കാം. ഇനി പേജ് നമ്പർ 18. Prepare a number grid as on the previous page number 14 and find out. പേജ് നമ്പർ 14ലെയും 15ലെയും നമ്മൾ നമ്പർ ഗ്രിഡ് തയ്യാറാക്കിയായിരുന്നു അല്ലെ. ഒരു ടേബിൾ തന്നിട്ടുണ്ടായിരുന്നു. ആ ടേബിൾ നമ്മൾ 1 to 100 വരെയുള്ള നമ്പേഴ്സ് ഫിൽ ചെയ്ത് കൊടുത്തല്ലേ. ഇനി അതുപോലൊരു ടേബിൾ അല്ലെങ്കിൽ നമ്പർ ഗ്രിഡ് 1 to 100 നമ്പേഴ്സ് വരെ എഴുതാൻ പറ്റുന്ന ഒരു ടേബിൾ അല്ലെങ്കിൽ അതിനെ നമ്പർ ഗ്രിഡ് എന്നും പറയാം. ആ നമ്പർ ഗ്രിഡ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, നോട്ട് ബുക്കിൽ വരയ്ക്കണം, എന്നിട്ട് താഴത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. 37 plus 12 നമ്പർ ഗ്രിഡ് യൂസ് ചെയ്ത് 37 plus 12 ചെയ്യണം. എങ്ങനെയാണ്? പേജ് നമ്പർ 14ലെ 15ലും നമ്മൾ നമ്പർ ഗ്രിഡ് യൂസ് ചെയ്ത് പഠിച്ചതാണ്. അതുപോലെ നമ്പർ ഗ്രിഡ് യൂസ് ചെയ്ത് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, 37 കഴിഞ്ഞ് 37 കഴിഞ്ഞ് 12ാമത്തെ നമ്പർ ഏതാണ് എന്ന് കണ്ടുപിടിക്കണം. സാധാരണ അഡീഷൻ ഫോർമാറ്റ് നമുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ നമ്പർ ഗ്രിഡ് യൂസ് ചെയ്ത് ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. ഇനി 62 minus 70 സബ്ട്രാക്ഷൻ നമുക്കറിയാം. നമ്പർ ഗ്രിഡ് യൂസ് ചെയ്ത് സബ്ട്രാക്ഷൻ നമ്മൾ പേജ് നമ്പർ 15ൽ പഠിച്ചതാണ് അല്ലെ. 62ന് മുൻപുള്ള 17ാമത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. 62ന് മുമ്പ് തുടങ്ങി 61 തൊട്ട് എന്താണ് 1 2 3 അങ്ങനെ പുറകോട്ട് നമ്പർ എടുക്കുമ്പോൾ 17ാമത്തെ നമ്പർ ഏത് ബോക്സിന്റെ ഏത് നമ്പറിന് നേരെയാണ് വന്ന് നിൽക്കുന്നതെന്ന് ആ നമ്പർ ഗ്രിഡ് വെച്ച് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അല്ലേ. ഇനി 18 more than 25 is എന്താണ്? 25നെ കാട്ടിയും 18 കൂടുതൽ വേണം. അപ്പൊ 25 കഴിഞ്ഞ് 26 തൊട്ട് 1 തൊട്ട് എണ്ണി 18th നമ്പർ വരുന്നത് എവിടെയാണെന്ന് നോക്കണം അല്ലെ, നമ്പർ ഗ്രിഡിൽ നോക്കണം. 17 less than 61 61ൽ നിന്ന് 17 ലെസ് ചെയ്യുക. 60 തൊട്ട് 60 59 അങ്ങനെ 1 2 അങ്ങനെ അങ്ങനെ പുറകോട്ട് 17 നമ്പർ വരുന്നത് ഏത് നമ്പറിന്റെ നേരെയാന്ന് നോക്കണം കേട്ടോ. 61 തൊട്ട് പുറകോട്ട് എണ്ണി പോവുക. ഇനി 14 added to 36 36ന്റെ കൂടെ 14 ആഡ് ചെയ്യുക. ഉത്തരം അവിടെ സൈഡ് ബോക്സിൽ എഴുതണം കേട്ടോ. നമ്പർ ഗ്രിഡ് യൂസ് ചെയ്ത് നിങ്ങൾ ഈ ആൻസേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ആ ആൻസേഴ്സ് ഈ തന്നിരിക്കുന്ന ബോക്സിൽ എഴുതണം. ഇനി 27 and 24 more is 27 24 ആഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരം എന്താണ്? ഒന്നെങ്കിൽ 27 കഴിഞ്ഞ് 28 29 30 അതിനെ 1 2 3 തൊട്ട് എണ്ണി 24ാമത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ടേക്ക് എബി 19 from 81 we get 81ൽ നിന്ന് 19 എടുത്തു മാറ്റിയാൽ നമ്മൾക്ക് എന്ത് ഉത്തരം കിട്ടും? 81 minus 19 അല്ലെ. 81 കഴിഞ്ഞ് പുറകോട്ട് എണ്ണി തുടങ്ങി 80 79 അതിനൊക്കെ 1 2 3 അങ്ങനെ എണ്ണി 19ാമത്തെ നമ്പർ എവിടെ? ആ നമ്പർ ഗ്രിഡിൽ ഏത് നമ്പറിന് നേരെയാണ് വന്ന് നിൽക്കുന്നത് അതാണ് ഉത്തരം. അല്ലാതെ സബ്ട്രാക്ട് ചെയ്യാൻ നമുക്കറിയാം, പക്ഷെ ഒരു നമ്പർ ഗ്രിഡ് യൂസ് ചെയ്ത് ഉത്തരം എഴുതാനാണ് പറയുന്നത്. The sum of 63 and 15 is എന്താണ്? 63യുടെയും 15ന്റെയും സം അല്ലെ. 63 plus 15 the sum of 63 and 15 എന്താണ്? 63 കഴിഞ്ഞ് 15 നമ്പേഴ്സ് മുൻപോട്ട് ആഡ് ചെയ്യുക. 64 65 എന്നതിനെ 1 2 3 അങ്ങനെ അങ്ങനെ ആഡ് ചെയ്ത് 15ാമത്തെ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. The difference of 43 and 17 is എന്താണ്? 43യുടെയും 17ന്റെ ഡിഫറൻസ്. സബ്ട്രാക്ഷൻ. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ആണ്, സം എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, ടേക്ക് അവേ എന്ന് പറഞ്ഞാലൊക്കെ എന്താണ്? എടുത്തു മാറ്റുക. അപ്പൊ എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. അതൊക്കെ ഓർത്തോണം കേട്ടോ. പിന്നെ 27 24 more is more എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും കൂടെ കൂട്ടിയാൽ അല്ലെ, അഡീഷൻ ആണ് അവിടെ വരുന്നത്. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ 43 minus 17 ചെയ്ത് നോക്കുക. 42 41 എന്നീ നമ്പേഴ്സ് പുറകോട്ട് എണ്ണി 17ാമത്തെ നമ്പർ ഏത് നമ്പറിന്റെ നേരെയാണ് ആ ടേബിളിൽ വന്ന് നിൽക്കുന്നതെന്ന് കൗണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഉത്തരം അവിടെ എഴുതുക. ഇനി ആഡ് മെന്റലി. ഇവിടെ എന്താ പറയുന്നത്? ആഡ് മെന്റലി. നിങ്ങൾ മൈൻഡ് വെച്ച് ബുക്കിൽ എഴുതി നോക്കാനല്ല, മൈൻഡ് വെച്ച് ഉത്തരം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 20 plus 30 പെട്ടെന്ന് 0 plus 0 0 2 plus 3 5. അപ്പൊ എന്തായിരിക്കും ആൻസർ? 50 ആണ്. 10 plus 50 എന്തായിരിക്കും ആൻസർ? 0 plus 0 1ന്റെ സ്ഥാനത്തുള്ള 2 zeros ആഡ് ചെയ്താൽ ഉത്തരം 0 കിട്ടും. 10ന്റെ സ്ഥാനത്തുള്ള 1ഉം 5 ആഡ് ചെയ്താൽ ഉത്തരം 6 കിട്ടും. കൂട്ടി വായിക്കുമ്പോൾ 60. അങ്ങനെ മെന്റലി ആഡ് ചെയ്യണം. മനസ്സിൽ നിങ്ങൾ ആഡ് ചെയ്ത് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതണം. 20 plus 50 30 plus 30 അങ്ങനെയുള്ളതെല്ലാം 50 plus 40 വരെ ചെയ്യണം. ഇനി ആഡ്. ഇവിടെ അഡീഷൻ ആണ് പറയുന്നത്. 40 plus 15 അറിയാം അല്ലെ. വൺസ് നമ്മൾ ആഡ് ചെയ്യണം. 0 plus 5 എന്താണ് ആൻസർ? 5 ആണ്. ഇനി 4 plus 1 എന്താണ്? 5 ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 55.
20 plus 13 അല്ലേ? 20 plus 13 മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന് മുമ്പ് ഒക്കെ പഠിപ്പിച്ചതാണ്, എല്ലാവർക്കും അറിയാം. വൺസിന്റെ സ്ഥാനത്തുള്ള 0യും 3യും തമ്മിൽ ആഡ് ചെയ്യുക. 0 plus 3 3 ആണ്. ടെൻസിന്റെ സ്ഥാനത്തുള്ള നമ്പറിനെ ആഡ് ചെയ്യാം. 2 plus 1 എന്താണ്? 3 ആണ്. അങ്ങനെ ആ അഡീഷൻ ചെയ്യുക. പേജ് നമ്പർ 19 വരെ അഡീഷൻ ഉണ്ട്, ആഡീഷൻസ് ഒക്കെ ചെയ്യുക. ഇനി പേജ് നമ്പർ 20 സ്പ്ലിറ്റ് ആൻഡ് ആഡ്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യാനാണ് പറയുന്നത്. 164 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? നമുക്കറിയാം 164ൽ ഏതൊക്കെ പ്ലേസ് വാല്യൂസ് വരും? വൺസ് വരും, ടെൻസ് വരും, ഹൺഡ്രഡ്സ് വരും അല്ലേ? അപ്പോ നമുക്ക് വണ്ണിന്റെ സ്ഥാനത്തുള്ളത് 4 ആണ്, ടെൻസിന്റെ സ്ഥാനത്തുള്ളത് 6 ആണ്, ഹൺഡ്രഡിന്റെ സ്ഥാനത്തുള്ളത് എന്താണ്? 1 ആണ്. നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 100 പ്ലസ് ടെൻസിന്റെ സ്ഥാനത്ത് 6 ആണ് അല്ലെ? അപ്പൊ 60 പ്ലസ് വൺസിന്റെ സ്ഥാനത്ത് 4 ആണ് അല്ലെ? അപ്പൊ 4. ഇനി 123 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 100 പ്ലസ് 20 പ്ലസ് 3. ഇനി എന്താണ്? വൺസ് തമ്മിൽ ആഡ് ചെയ്തു, 4 പ്ലസ് 3 7 കിട്ടി. ടെൻസ് തമ്മിൽ ആഡ് ചെയ്തു, 60 പ്ലസ് 20 എന്ത് കിട്ടി? 80 കിട്ടി. ഇനി 100ന്റെ സ്ഥാനത്തുള്ള 100 പ്ലസ് 100 എന്ത് കിട്ടി? 200 കിട്ടി. ലാസ്റ്റ് കിട്ടിയ ആ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്തു. 200 പ്ലസ് 80 പ്ലസ് 7 എന്ത് കിട്ടി? 287. ഓക്കെ, ഇനി അടുത്ത 145 പ്ലസ് 145 ഞാൻ സ്പ്ലിറ്റ് ചെയ്യുക. ഇനിയോ 127 ഉണ്ട്. നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? വൺസ് ഉണ്ട്, ടെൻസ് ഉണ്ട്, 100 ഉണ്ട്. വൺസിന്റെ അവിടെ എന്ത് എഴുതാം? ആ ഒരു 8 നമ്പർ മാത്രം എഴുതും, 5 മാത്രം എഴുതാം. പിന്നെ അടുത്ത ടെൻസിന്റെ അവിടെ 4 ആണ് അല്ലെ? അപ്പൊ 2 ഡിജിറ്റ് ഉണ്ട് ടെൻസിന്, അപ്പൊ 40 എഴുതി. ഇനി 100ന്റെ സ്ഥാനത്തുള്ള നമ്പർ ഏതാണ്? 1 ആണ്. അപ്പൊ നമുക്ക് 100ന് 3 നമ്പേഴ്സ് വരും അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു. 145 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 100 പ്ലസ് 40 പ്ലസ് 50 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി അല്ലെ? കറക്റ്റ് അല്ലേ? 100 പ്ലസ് 40 പ്ലസ് 5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 145 കിട്ടും അല്ലെ? എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 5ന്റെ സ്ഥാനത്തുള്ള ഈ വൺസിന്റെ സ്ഥാനത്തുള്ള 5നെ ഒറ്റയ്ക്ക് എഴുതി. ടെൻസിന്റെ സ്ഥാനത്തുള്ള 4നെ 2 നമ്പേഴ്സ് അല്ലേ ടെൻസിന് വരുന്നത്, 40 ആക്കി എഴുതി. ഇനി 100ന്റെ സ്ഥാനത്തുള്ള 1നെയോ 3 നമ്പേഴ്സ് വരും അല്ലെ? 100 ആക്കി എഴുതി. ഇനിയോ ഈ 127 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 100 പ്ലസ് 20 പ്ലസ് 7 അല്ലെ? വൺസിന്റെ സ്ഥാനത്തുള്ള 7നെ ഒറ്റയ്ക്ക് എഴുതി. ടെൻസിന്റെ സ്ഥാനത്തുള്ള 2നെ 20 ആക്കി എഴുതി. ഇനി 100ന്റെ സ്ഥാനത്തുള്ള 1നെയോ 100 ആക്കി എഴുതി അല്ലെ? ഈ 1 ആയതുകൊണ്ട് 100 എഴുതി. ഇവിടെ 227 ആയിരുന്നെങ്കിലോ ഇവിടെ 200 എഴുതിയേനെ അല്ലെ? ഇനി നമുക്ക് വൺസിനെ ഒരുമിച്ച് ആഡ് ചെയ്യാം, ടെൻസിനെ ഒരുമിച്ച് ആഡ് ചെയ്യാം, 100നെ ഒരുമിച്ച് ആഡ് ചെയ്യാം. ഓക്കെ, 5 പ്ലസ് 7 എന്ത് കിട്ടും? എല്ലാവരും ചെയ്തേ. 5 പ്ലസ് 7 എന്ത് കിട്ടും? 12 കിട്ടും. ഓക്കെ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുവാണ് അല്ലെ? സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുവാണ്. അപ്പൊ ആ നമ്പർ അതുപോലെ തന്നെ താഴോട്ട് എഴുതും. ഓക്കെ, നമ്മൾ ഒരുമിച്ച് 145 പ്ലസ് 127 ചെയ്തിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഈ കിട്ടിയ 5 പ്ലസ് 7 കിട്ടിയ 2 ക്യാരി 1 പ്ലസ് 4 5 പ്ലസ് 2 7 1 പ്ലസ് 1 2 272 എന്ന ആൻസർ ഡയറക്റ്റ് ആയിട്ട് എഴുതായിരുന്നു അല്ലെ? നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്തത് കൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ ആ കിട്ടിയ ആൻസർ അങ്ങനെ തന്നെ എഴുതണം, അല്ലാതെ ക്യാരി 1 കൊടുത്ത് ചെയ്യാൻ പാടില്ല അല്ലെ? ഇനി 40 പ്ലസ് 20 എന്ത് കിട്ടി? 60 കിട്ടും. ഓക്കെ, 100 പ്ലസ് 100 എന്ത് കിട്ടും? 200 കിട്ടും. ഇനി നമുക്ക് കിട്ടിയ ആൻസറിന് ഒരുമിച്ച് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 200 പ്ലസ് 60 പ്ലസ് 12. ഓക്കെ, 0 പ്ലസ് 0 പ്ലസ് 2 2 ആണ്. 0 പ്ലസ് 6 പ്ലസ് 1 7 ആണ്. 2 താഴത്തോട്ട് എഴുതി. 2ന്റെ കൂടെ ആഡ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 272 എന്ന് കിട്ടി അല്ലെ? നമ്മൾ നേരത്തെ ഈ 2 നമ്പേഴ്സ് ഒരുമിച്ച് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ അതേ ഉത്തരം സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്തപ്പോഴും കിട്ടിയ അല്ലെ? മനസ്സിലായോ എല്ലാവർക്കും? സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വൺസ് ആഡ് ചെയ്യുമ്പോൾ 2 ഡിജിറ്റ് വന്നാൽ ക്യാരി 1 കൊടുത്ത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്ന് ആഡ് ചെയ്യുവാണ് അല്ലെ? ഇത് സ്പ്ലിറ്റ് ചെയ്യാതെ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 5 പ്ലസ് 7 12 ആണ്. 12നെ 2 താഴത്തോട്ട് എഴുതി, ക്യാരി 1 മുകളിൽ എഴുതി. സ്പ്ലിറ്റ് ചെയ്യാതെ ഒരുമിച്ച് ആഡ് ചെയ്യുമ്പോഴാണ് ക്യാരി 1 കൊടുത്ത് നമ്മൾ അഡീഷൻ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഓരോന്നിന്റെയും പ്ലേസ് വാല്യൂ അനുസരിച്ച് നമ്പേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്താണ്? വൺസിന്റെ അവിടെ അഡീഷൻ വരുമ്പോൾ 2 ഡിജിറ്റ് നമ്പർ വന്നാൽ ആ ഡിജിറ്റ് അതുപോലെ തന്നെ എഴുതിയാൽ മതി. എന്നിട്ട്
കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു കാര്യം മറന്നു പോയത് കേട്ടോ. ഇനി അടുത്തത് 137 പ്ലസ് 145 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? ഓക്കെ, പറഞ്ഞുതരാം. 137 പിന്നെയോ 145 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 100 പ്ലസ് 30 പ്ലസ് 7 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? ഇവിടെയോ 100 പ്ലസ് 40 പ്ലസ് 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി സെപ്പറേറ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാം. 7 പ്ലസ് 5 എന്താണ്? 12 ആണ്. 30 പ്ലസ് 40 എന്താണ്? 70 ആണ്. 100 പ്ലസ് 100 എന്താണ്? 200 ആണ് അല്ലേ? അപ്പോ എന്ത് കിട്ടി? നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്താലോ? 200 കിട്ടി, 70 കിട്ടി, 12 കിട്ടി. ഇനി നമുക്ക് കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ ആഡ് ചെയ്ത് നോക്കിയാലോ? 200 പ്ലസ് 70 പ്ലസ് 12. 0 പ്ലസ് 0 പ്ലസ് 2 2 ആണ്. 0 പ്ലസ് 7 പ്ലസ് 1 8 ആണ്. 2 ആണ്. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 282 എന്ന് കിട്ടി. നമുക്ക് ഇതിനെ ഒരുമിച്ച് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ? 137 പ്ലസ് 145 എന്ത് കിട്ടും നോക്കാം. 7 പ്ലസ് 5 12 2 എഴുതി. 1 ക്യാരി 1 മുകളിൽ കൊടുത്തു. 1 പ്ലസ് 3 4 4 പ്ലസ് 4 8 1 പ്ലസ് 1 2 സെയിം ഉത്തരമാണ് അല്ലേ? അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അഡീഷൻ ചെയ്താലും സ്പ്ലിറ്റ് ചെയ്ത് അഡീഷൻ ചെയ്താലും എന്താണ്? സെയിം ഉത്തരം തന്നെ കിട്ടും. അപ്പൊ താഴത്തെ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്യുമല്ലോ. 263 പ്ലസ് 219 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 200 പ്ലസ് 60 പ്ലസ് 3. താഴത്തെ 219 200 പ്ലസ് 10 പ്ലസ് 9. എന്നിട്ട് വൺസിന്റെ അവിടെ ഒരു നമ്പർ ഒരുമിച്ച് ആഡ് ചെയ്ത് ഉത്തരം എഴുതുക. ടെൻസ് ഒരുമിച്ച് ആഡ് ചെയ്ത് ഉത്തരം എഴുതുക. 100 ഒരുമിച്ച് ആഡ് ചെയ്ത് ഉത്തരം എഴുതുക. എന്നിട്ട് കിട്ടുന്ന ഉത്തരം എല്ലാം കൂടെ ഒരുമിച്ച് ടോട്ടൽ ചെയ്ത് നോക്കണം. ഓക്കെ, the question split and add mentally and write the answers only. ഇവിടെ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യണം. എന്താണ്? മെന്റൽ എന്താണ്? മനസ്സിൽ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കണം. എന്നിട്ട് ആ സ്പ്ലിറ്റ് ചെയ്ത നമ്പേഴ്സ് അഡീഷൻ ചെയ്യാൻ നോക്കണം. ഫൈനൽ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 58 പ്ലസ് 27 എന്നാണ്. 58നെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 50 പ്ലസ് 8 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? 27നെയോ 20 പ്ലസ് 7 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോ 50 പ്ലസ് 8 എന്ന് കിട്ടി, 20 പ്ലസ് 7 എന്ന് കിട്ടി. ഈ വൺസിന്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് എന്തൊക്കെയാണ്? 8ഉം 7ഉം ആണ് അല്ലേ? അപ്പോ 8 പ്ലസ് 7 എന്താണ്? 15 എന്ന് ഉത്തരം കിട്ടി. ഇനിയോ 50 പ്ലസ് 20 ടെൻസിന്റെ സ്ഥാനത്തുള്ള 15ഉം 20ഉം തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 70 കിട്ടും. അപ്പോ കിട്ടിയ ഉത്തരങ്ങൾ എന്തൊക്കെയായിരിക്കും? 70 പ്ലസ് 15 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 70 പ്ലസ് 15 എന്താണ്? 85 അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ എന്താണ് ഉത്തരം? 85. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത്. ഇനി അടുത്ത നമ്പർ നോക്കിക്കേ. 46 പ്ലസ് 25. 46നെ 25നെ സ്പ്ലിറ്റ് ചെയ്യാം. 40 പ്ലസ് 6 എന്ന് എഴുതുക. 25നെ 20 പ്ലസ് 5 എന്ന് എഴുതുക. എന്നിട്ട് എന്താണ്? വൺസ് നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യുക. ടെൻസ് നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യുക. കിട്ടുന്ന ഉത്തരം തമ്മിൽ ആഡ് ചെയ്യുക. ഉത്തരം കണ്ടുപിടിക്കാം. മൈൻഡിൽ ചെയ്യണം കേട്ടോ. ഇനി 205 പ്ലസ് 130 അതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 205 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 200 പ്ലസ് 0 പ്ലസ് 5 അല്ലേ? ടെൻസിന്റെ സ്ഥാനത്ത് 0 ആണ് അല്ലേ? 200 പ്ലസ് 0 പ്ലസ് 5 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി 130 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 100 പ്ലസ് 30 പ്ലസ് 5 എന്ന് ചെയ്യാം അല്ലേ? 100 പ്ലസ് 30 പ്ലസ് 5. ഓക്കെ, എന്നിട്ടോ വൺസിന്റെ സ്ഥാനത്തുള്ള 5ഉം 0ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 ഉത്തരം കിട്ടും. ടെൻസിന്റെ സ്ഥാനത്തുള്ള 0യും 30 തമ്മിൽ ആഡ് ചെയ്ത ഉത്തരം 30 എന്ന് കിട്ടും. 100ന്റെ സ്ഥാനത്തുള്ള എന്താണ്? 2ഉം 1ഉം തമ്മിൽ ആഡ് ചെയ്ത 300 കിട്ടും അല്ലെ? 200 പ്ലസ് 100 എത്ര കിട്ടും? 300 കിട്ടും. കിട്ടുന്ന ഉത്തരങ്ങൾ എന്തൊക്കെയാണ്? 300 പ്ലസ് 30 പ്ലസ് 5 എന്ന് കിട്ടും അല്ലെ? അപ്പൊ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ എന്ത് ഉത്തരം കിട്ടും? 335 എന്ന് കിട്ടും. അപ്പോൾ മൈൻഡിലും സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ പഠിച്ച എല്ലാവരും പഠിക്കണം കേട്ടോ. ഇനി എന്താണ്? മിസ് ഇടക്കത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. 120 പ്ലസ് 35. 120 സ്പ്ലിറ്റ് ചെയ്യുന്നത് 100 പ്ലസ് 20 പ്ലസ് 0 എന്നാണ് അല്ലെ? 100 പ്ലസ് 20 പ്ലസ് 0. 100 സ്ഥാനത്തുള്ള 1, 10 സ്ഥാനത്തുള്ള 2നെ 20 ആക്കി എഴുതി. 1 സ്ഥാനത്ത് 0 ആണ്. അപ്പൊ 100 പ്ലസ് 20 പ്ലസ് 0 അല്ലേ? ഇനിയോ
35 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 30 പ്ലസ് 5. 100 അവിടെ ഇല്ല, അപ്പോൾ 30 പ്ലസ് 5. ഇനി വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യുകയാണ്. എന്താണ്? 0 പ്ലസ് 5. എന്ത് ഉത്തരം കിട്ടും? 5 ഉത്തരം കിട്ടും. ഇനി ടെൻസ് നമ്മൾ ആഡ് ചെയ്യാം. ടെൻസിന് സ്ഥാനത്ത് 20 ഉണ്ട്, 30 ഉണ്ട് അല്ലെ. 20 പ്ലസ് 30 എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. 100 സ്ഥാനത്ത് 100 മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല അല്ലെ. അപ്പൊ 100 താഴത്തോട്ട് എഴുതി. അപ്പൊ ഉത്തരങ്ങൾ എന്തൊക്കെ വരും? 100 പ്ലസ് 50 പ്ലസ് 5 എന്ന് കിട്ടും. ഇത് ഒരുമിച്ച് കൂട്ടുമ്പോഴോ 100 പ്ലസ് 50 പ്ലസ് 5 എന്താണ്? 155 അല്ലേ. ഇങ്ങനെ മൈൻഡില് എല്ലാവരും ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇനി look at the addition of 128 and 293 അല്ലേ. 128നും 293യും അഡീഷൻ നോക്കാം. മിസ് ഇപ്പൊ പറഞ്ഞ പോലെയാണ്. അതുപോലെ ബാക്കിയുള്ളത് ചെയ്യണം. ഓക്കെ, വൺസിന്റെ സ്ഥാനത്തുള്ള 8 പ്ലസ് 3 ചെയ്തപ്പോൾ എന്ത് കിട്ടി? 11 കിട്ടി. 1 താഴത്തെ എഴുതി. വൺസിന്റെ സ്ഥാനത്ത് 11ൽ അറിയാം എങ്ങനെയാണ്. 11ല് വൺസ് ഉണ്ട്, ടെൻസ് ഉണ്ട് അല്ലെ. വൺസിന്റെ സ്ഥാനത്തുള്ള 1 താഴത്തെ എഴുതിയിട്ട് കൂടെ ഉണ്ടെന്ന് ടെൻസിന്റെ സ്ഥാനത്തുള്ള 1 മോളിലോട്ട് എഴുതി അല്ലെ. എന്നിട്ട് അത് ഒരുമിച്ച് ആഡ് ചെയ്യാം. 1 പ്ലസ് 2 എന്ത് കിട്ടി? 3. 3 പ്ലസ് 9 എന്ത് കിട്ടും? 12 കിട്ടും അല്ലെ. അപ്പോൾ ആ കിട്ടിയ 12ന്റെ 2 താഴത്തെ എഴുതി, 1 മുകളിലോട്ട് എഴുതി. അപ്പൊ 1 പ്ലസ് 1 2, 2 പ്ലസ് 2 4. ആൻസർ എന്ത് കിട്ടി? 421 എന്ന ആൻസർ കിട്ടും അല്ലെ. നമുക്ക് അടുത്തത് ഇതുപോലെ ചെയ്യാം. 267 പ്ലസ് 319 ചെയ്ത് നോക്കാം. നമുക്കറിയാം വൺസ് ടെൻസ് 100, വൺസ് ടെൻസ് 100 അല്ലെ. നമുക്ക് വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യാം. 7 പ്ലസ് 9 എന്താണ്? 16 ആണ്. 6 എഴുതി 1 മുകളിൽ കൊടുത്തു അല്ലെ. 16ന്റെ 6 ഇവിടെ എഴുതി 1 മുകളിലോട്ട് കൊടുത്തു. ഇനി 1 പ്ലസ് 6 എന്ത് കിട്ടും? ഈ 1 നമ്മൾ മുകളിലോട്ട് കൊടുത്ത് ഈ 1 പ്ലസ് 6 ഇവിടെ ഉണ്ടായിരുന്ന 6, 1 പ്ലസ് 6 7 ആണ്. 7 പ്ലസ് 1 എന്താണ്? 8 ആണ് അല്ലെ. 8. ഇനി 2 പ്ലസ് 3 എന്താണ്? നിഷ്പ്രയാസം പറയാം 5. അപ്പൊ ആൻസർ എന്താണ്? 586 ആണ് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 357 പ്ലസ് 429. ഇത് നമുക്ക് ചെയ്യാം. നമുക്കറിയാം 100ന്റെ സ്ഥാനത്ത് ഏതും 10ന്റെ സ്ഥാനത്ത് ഏതാണെന്നും 1ന്റെ സ്ഥാനത്ത് ഏതൊക്കെ നമ്പേഴ്സ് ആണെന്നും നമുക്കറിയാം. അപ്പൊ നമുക്ക് 1s ഒരുമിച്ച് ആഡ് ചെയ്യാം, 10s ഒരുമിച്ച് ആഡ് ചെയ്യാം, 100s ഒരുമിച്ച് ആഡ് ചെയ്യാം. 1s ഒരുമിച്ചുള്ള 7 പ്ലസ് 9 എന്താണ് ഉത്തരം? 16 ആണ്. 6 എഴുതി മുകളിൽ 1 കൊടുത്തു. ഇനി അപ്പൊ ഈ കൊടുത്ത 1 പ്ലസ് 5 എന്താണ്? 6 ആണ് അല്ലെ. 6 പ്ലസ് 2 ആ കിട്ടിയ ഉത്തരം പ്ലസ് 2 എന്താണ്? 8. 8 അവിടെ എഴുതി. ഇനി 3 പ്ലസ് 4 എന്താണ്? 7. ഉത്തരം എന്ത് കിട്ടി? 786 എന്ന് കിട്ടി അല്ലെ. നമ്മുടെ എഴുതിക്ക് എല്ലാവരും 786. അപ്പൊ അഡീഷൻ പഠിച്ചോ? ഒന്നുകൂടെ പഠിപ്പിച്ചു തരാം. അടുത്ത ക്വസ്റ്റ്യൻ 303 പ്ലസ് 167. ഓക്കെ, 3 പ്ലസ് 7 എന്താണ്? 10, 0, 1. 1 പ്ലസ് 0 1 ആണ്. ഈ ഉത്തരം കിട്ടിയ 1 പ്ലസ് 6 7 ആണ്. 3 പ്ലസ് 1 4 ആണ്. ഉത്തരം എന്ത് കിട്ടി? 470 എന്ന് കിട്ടി അല്ലേ. പിന്നെ താഴത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവരും ചെയ്യണം കേട്ടോ. 160, 68 പ്ലസ് 319 അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യണം. എന്നിട്ടോ പേജ് നമ്പർ 21 അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഇനി പേജ് നമ്പർ 22. The table shows number of boys and girls in a school. എന്താണ് താഴെ കാണുന്ന ടേബിള്? എന്താണ്? നമ്പർ ഓഫ് ബോയ്സ്, എത്ര ബോയ്സ് ഉണ്ടെന്നും എത്ര ഗേൾസ് ഉണ്ടെന്നും. ഒരു സ്കൂളിൽ എത്ര ബോയ്സ് ആണ്, എത്ര ഗേൾസ് ആണ്, ഓരോ ക്ലാസ്സിലും എത്ര ബോയ്സും ഗേൾസും ഉണ്ടെന്നുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കൂളിലെ കാര്യമാണ്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സിലെയും ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടുപിടിക്കണം. സ്റ്റാൻഡേർഡ് 1 നമുക്കറിയാം. ക്ലാസ് സ്റ്റാൻഡേർഡ് 1, സ്റ്റാൻഡേർഡ് 2, സ്റ്റാൻഡേർഡ് 3, സ്റ്റാൻഡേർഡ് 4. സ്റ്റാൻഡേർഡ് 1ൽ എത്ര ബോയ്സ് ഉണ്ട്? 68. സ്റ്റാൻഡേർഡ് 2ൽ എത്ര ബോയ്സ് ഉണ്ട്? 82. സ്റ്റാൻഡേർഡ് 3ൽ 74. സ്റ്റാൻഡേർഡ് 4ൽ 53 ബോയ്സ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഇനി ഗേൾസ് സ്റ്റാൻഡേർഡ് 1ൽ 73 ആണ്. സ്റ്റാൻഡേർഡ് 2ൽ 49 ആണ്. സ്റ്റാൻഡേർഡ് 3ൽ 69 ആണ്. സ്റ്റാൻഡേർഡ് 4ൽ 97 ആണ്. അപ്പോൾ നമുക്കിനി സ്റ്റാൻഡേർഡ് 1ല് ബോയ്സിന്റെയും ഗേൾസിന്റെയും സെപ്പറേറ്റ് നമ്പർ ഉണ്ടല്ലോ. താഴത്തോട്ട് നമുക്കറിയാം. സ്റ്റാൻഡേർഡ് 1ല് ബോയ്സ് 68 ഉണ്ട്, ഗേൾസ് 73 ഉണ്ട്. അപ്പൊ ചോദ്യം ഇതാണ്, ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ സ്റ്റാൻഡേർഡ് 1. അങ്ങനെയെങ്കിൽ സ്റ്റാൻഡേർഡ് 1ല് എത്ര ഗേൾസും ബോയ്സും എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും? സ്റ്റാൻഡേർഡ് 1ല്
ബോയ്സ് 63 ഉണ്ട് അല്ലേ, 68 ഗേൾസോ 73. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് 1 68 പ്ലസ് 73 ചെയ്ത് നോക്കണം. 8 പ്ലസ് 3 എന്താണ്? 11. 1 പ്ലസ് 6 7 7 40. ആൻസർ എന്ത് കിട്ടി? 141 സ്റ്റുഡൻസ് അല്ലേ. സ്റ്റാൻഡേർഡ് 1 141 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി സ്റ്റാൻഡേർഡ് 2 സ്റ്റാൻഡേർഡ് 2 ബോയ്സ് 82 ഉണ്ട്, ഗേൾസോ 82 പ്ലസ് 49, ഗേൾസ് 49 ഉണ്ട്. ടോട്ടൽ ആഡ് ചെയ്യോ എല്ലാവരും? 2 പ്ലസ് 9 11, 8 പ്ലസ് 1 9, 9 പ്ലസ് 4 13. 131. അപ്പൊ സ്റ്റാൻഡേർഡ് 2 എത്ര ടോട്ടൽ സ്റ്റുഡൻസ് ഉണ്ട്? 131. ഇനി സ്റ്റാൻഡേർഡ് 3 74, ബോയ്സ് 74 ഉണ്ട്, ഗേൾസ് 69 ഉണ്ട്. ആഡ് ചെയ്യുക അല്ലെ, 74 പ്ലസ് 69 ആഡ് ചെയ്യുക. ഇനി സ്റ്റാൻഡേർഡ് 4 എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ബോയ്സ് 53 ഉണ്ട്, ഗേൾസ് 97 ഉണ്ട്. അപ്പൊ എന്താണ്? 53 പ്ലസ് 97 ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് ഉത്തരം അവിടെ എഴുതണം. ഓക്കെ. ഇനി ഫൈൻഡ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്റ്റഡിങ് ഇൻ ദാറ്റ് സ്കൂൾ. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് 1 141 കുട്ടികളുണ്ട്, സ്റ്റാൻഡേർഡ് 2 131 ഉണ്ട്, സ്റ്റാൻഡേർഡ് 3 നിങ്ങൾ അഡീഷൻ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കും, സ്റ്റാൻഡേർഡ് 4 നിങ്ങൾ അഡീഷൻ ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഓരോ ക്ലാസ്സിലും ഇത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ആ സ്കൂളിൽ കംപ്ലീറ്റ് ആയിട്ടും എത്ര കുട്ടികൾ ഉണ്ടാവും എന്ന് അറിയാൻ എന്ത് ചെയ്യണം? ഈ കിട്ടിയ ഉത്തരങ്ങൾ ഓരോ ക്ലാസ്സിലും നമുക്ക് കിട്ടിയ ആ ടോട്ടൽ ഒരുമിച്ച് ആഡ് ചെയ്യുക അല്ലെ. 141, സ്റ്റാൻഡേർഡ് 1 141, സ്റ്റാൻഡേർഡ് 2 131. അപ്പൊ 141 പ്ലസ് 131 പ്ലസ് സ്റ്റാൻഡേർഡ് 3 നിങ്ങൾ ചെയ്യുന്ന ഉത്തരം പ്ലസ് സ്റ്റാൻഡേർഡ് 4 നിങ്ങൾ ചെയ്യുന്ന ഉത്തരം. ഓക്കെ, ചെയ്ത് കാണിച്ചുതരാം. സ്റ്റാൻഡേർഡ് 1 141 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് 2 131 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി സ്റ്റാൻഡേർഡ് 3 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 143 ആണ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് 4 നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം 150 എന്നാണ്. ഇവിടെ 4 നമ്പേഴ്സ് നമ്മൾ ഒരുമിച്ച് ആഡ് ചെയ്യാൻ പോവാണേ. പ്രത്യേകം ചെയ്യണം. നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം സ്ഥാപിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്ക് ഓരോ നമ്പേഴ്സിനെയും പ്ലേസ് വാല്യൂസ് അറിയാം അല്ലെ. ആ പ്ലേസ് വാല്യൂസ് അനുസരിച്ച് നമ്മൾ ആ നമ്പേഴ്സ് എഴുതുക. 100 tens ones അല്ലെ, 100 tens ones, 141 131 143 150 നമ്മൾ പ്ലേസ് വാല്യൂസ് അനുസരിച്ച് എഴുതി അല്ലെ. ഇനി നമുക്കറിയാം അഡിഷൻ ചെയ്യുമ്പോൾ റൂൾ എന്താണ്? വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യുക, ടെൻസ് ഒരുമിച്ച് ആഡ് ചെയ്യുക, ഹൺഡ്രഡ്സ് ഒരുമിച്ച് ആഡ് ചെയ്യുക. അങ്ങനെയല്ലേ? നമുക്ക് വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യാം. 1 + 1 എന്താണ്? 2 ആണ്. 2 + 3 എന്താണ്? 5 ആണ്. 5 + 0 എന്താണ്? 5 ആണ് അല്ലെ. ആൻസർ എന്ത് കിട്ടി? 5 എന്ന് കിട്ടിയില്ലേ? വൺസിന്റെ സ്ഥാനത്ത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഇനി ടെൻസ് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പോവാണ്. 4 + 3 എന്താണ്? 7 ആണ് അല്ലെ. ആ 7 കിട്ടി ഉത്തരം 7. 7 + 4 എന്താണ്? എന്ത് കിട്ടും? 11 കിട്ടും അല്ലെ. ആ കിട്ടിയ ഉത്തരം 11. 11 + 5 എന്താണ്? 16 എന്ന് കിട്ടും. അപ്പോൾ ആ 6 ഞാൻ ഇങ്ങനെ എഴുതി. എന്നിട്ട് 16 6 എഴുതിയിട്ട് ക്യാരി 1 മുകളിൽ 1 കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ 100 ഒരുമിച്ച് ആഡ് ചെയ്യാൻ പോവാണ്. കൂട്ടത്തിൽ ആ ക്യാരി 1 കൊടുത്ത ആ നമ്പർ ഒരുമിച്ച് 100ന്റെ കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. 1 + 1 എന്താണ്? 2 ആണ്. ഈ കിട്ടിയ ഉത്തരം +1 3. ഈ കിട്ടിയ ഉത്തരം +1 എന്താണ്? 4. ഈ കിട്ടിയ ഉത്തരം +1 എന്താണ്? 5. അപ്പോൾ 1 + 1 2 3 4 5 അല്ലേ. ഉത്തരം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദാറ്റ് സ്കൂൾ ഇസ് 565 അല്ലേ. അങ്ങനെയാണല്ലോ. അപ്പൊ അഡീഷൻ നമുക്ക് ഇനി 141 അല്ലെ 131 പ്രത്യേകം ആഡ് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ചു. ഇനി 143 150 ഒരുമിച്ച് ആഡ് ചെയ്ത് മറ്റൊരു ഉത്തരം കണ്ടുപിടിച്ചു. ആ കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ ഈ ഉത്തരം തന്നെ കിട്ടും. അങ്ങനെ ചെയ്ത് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് നമുക്ക് പ്ലേസ് വാല്യൂസ് വെച്ച് ഒരുമിച്ച് അറേഞ്ച് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാം. അതല്ലേ എളുപ്പം. അപ്പൊ ഈ ടെക്നിക്ക് പിടികിട്ടിയോ എല്ലാവർക്കും? ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് ബിൽസ്. നമുക്ക് താഴത്തുള്ള ഒരു കടയിലെ ബില്ലാണ് അല്ലേ. ആ ബില്ല് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. സിൽക്ക് ടെക്സ്റ്റൈൽസിൽ നിന്നും പിന്നെ ഹോം നീഡ്സ് വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്ക് മാത്രം വസ്തുക്കളുടെ ഒരു ബില്ലും ഉണ്ട്. ഓക്കെ, അപ്പോൾ
നമ്മുടെ കടയിൽ തുണിക്കടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചു? സാരി 328 അല്ലേ? സാരിയുടെ വില 328 രൂപയാണ്. ഇനിയോ ടീഷർട്ടിന്റെ വില 85 രൂപയാണ്. ബാബ സ്യൂട്ട്, എന്താണ് ബാബ സ്യൂട്ട്? പിള്ളേരുടെ ബാബ സ്യൂട്ടിന് 137 റുപ്പീസ് ആണ്. അപ്പോൾ ഇതെല്ലാത്തിനെയും കൂടെ ബില്ല് ആഡ് ചെയ്ത് ടോട്ടൽ കണ്ടുപിടിച്ച് ചെയ്യണം. നമുക്ക് എഴുതാം. നമുക്ക് പ്ലേസ് വാല്യൂസ് വെച്ച് നമുക്ക് എഴുതി കൊടുക്കാം. 328ന് 328 എന്ന് എഴുതാം. 85ന് ടെൻസും വൺസും ഉള്ളൂ. ടെൻസും വൺസും മാത്രം എഴുതി. ഓക്കെ. ഇനി 137ല് 3 ഉണ്ട് അല്ലെ? 100 ഉണ്ട്, 100 ഉണ്ട്, ടെൻസും ഉണ്ട്, വൺസും ഉണ്ട്. മിസ് പറഞ്ഞ പോലെ ഞാൻ വൺസ് ഒരുമിച്ച് ആഡ് ചെയ്തു, ടെൻസ് ഒരുമിച്ച് ആഡ് ചെയ്തു, 100 ഒരുമിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ പ്ലേസ് വാല്യൂ അനുസരിച്ച് ഞാൻ എല്ലാ നമ്പേഴ്സും അറേഞ്ച് ചെയ്തു. 328, 85, 137. 85 രണ്ട് ഡിജിറ്റ് നമ്പർ മാത്രമേ ഉള്ളൂ അല്ലേ? 100 സ്ഥാനത്തൊന്നും ഇല്ല. അതുകൊണ്ട് അവിടെ ഒന്നും എഴുതണ്ട. ബാക്കി അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ആഡ് ചെയ്യാൻ പോവാം. നമുക്കറിയാം അഡീഷണൽ റൂൾ എങ്ങനെ? വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യാം, ടെൻസ് ഒരുമിച്ച് ആഡ് ചെയ്യാം, 100 ഒരുമിച്ച് ആഡ് ചെയ്യാം. അപ്പോൾ വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പോവാണ്. 8 + 5 എന്താണ്? 8 + 5 എന്ത് കിട്ടും? 13 കിട്ടും. 13 + 7 എന്ത് കിട്ടും? 20 കിട്ടും. അപ്പോൾ 20ലെ 0 ഞാൻ ഇവിടെ എഴുതി, 2 മുകളിലോട്ട് എഴുതിയേ. ഇനി ടെൻസ് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പോവാം. ഒപ്പം ആ ക്യാരി 2 ആഡ് ചെയ്ത് 2 + 2 എന്താണ്? 4 ആണ്. 4 + 8 എന്താണ്? 12 ആണ്. 12 + 3 എന്ത് കിട്ടും? 15 കിട്ടും. 15ലെ 5 എഴുതി, ആ 1 മുകളിലോട്ട് എഴുതി. ഇനി 100ന്റെ സ്ഥാനത്തുള്ള നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്യുവാണ്. ഒപ്പം ഈ ക്യാരി 1 കൂടെ ആഡ് ചെയ്യും. 1 + 3 എന്താണ്? 4. 4 + 1 എന്താണ്? 5. അപ്പൊ ആൻസർ എന്ത് കിട്ടി? 550 എന്ന് കിട്ടും അല്ലേ? ഓക്കെ. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? ഇനി അടുത്തത് നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് ഹോം നീഡ്സിന് വേണ്ടി വാങ്ങിച്ച ഇത്രയും ടോട്ടലിലൂടെ 550 എന്ന് എഴുതുക. ഇനി വീട്ടാവശ്യങ്ങൾക്ക് വാങ്ങിച്ച ഫ്ലാസ്കിന് 285 പ്ലസ്. ഇനി അടുത്തത് പ്രഷർ കുക്കറിന് 264 പ്ലസ്. എന്താണ്? ജഗ്ഗിന് 98ന് ടെൻസും വൺസും മാത്രമേ ഉള്ളൂ അല്ലേ? ഇത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 5 + 4 ചെയ്യുക. പിന്നെ ആ കിട്ടുന്ന ഉത്തരം +8 ചെയ്യുക. ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? എളുപ്പമല്ലേ? വൺസ് ഒരുമിച്ച് ആഡ് ചെയ്യുക, ടെൻസ് ഒരുമിച്ച് ആഡ് ചെയ്യുക, 100 ഒരുമിച്ച് ആഡ് ചെയ്യുക, ഉത്തരം കണ്ടുപിടിച്ച് ഇവിടെ എഴുതുക. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിസ്സിന് മസ്റ്റ് ആയിട്ട് ഹോംവർക്ക് അയച്ച് തരണം. ഓക്കെ? എന്നാലും മിസ്സിനെ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവരും പ്രാക്ടീസ് ബുക്കിലെ വർക്ക്സുകളൊന്നും എല്ലാവരും അയച്ച് തരുന്നില്ല. തരണം. തന്നാലേ മിസ്സിന് ആൻസേഴ്സ് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. എല്ലാവരും ആൻസേഴ്സ് ചെയ്ത് അയച്ചു തരണം. അപ്പൊ എല്ലാവരും പ്രാക്ടീസ് ബുക്കിൽ മിസ് പറഞ്ഞ പോലുള്ള അത്രയും വർക്ക്സ് പെൻസിൽ ഉപയോഗിച്ച്, സ്കെയിൽ ഉപയോഗിച്ച്, ക്രയോൺസ് ഉപയോഗിച്ച് ചെയ്യാം. ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ട്ബുക്കിൽ ആ ഡൗട്ട്സ് വർക്കൗട്ട് എല്ലാം നോട്ട്ബുക്കിൽ തന്നെ ചെയ്യാം. ആൻസേഴ്സ് എല്ലാം നിർബന്ധമായും പെൻസിൽ ഉപയോഗിച്ച് നമ്മുടെ പ്രാക്ടീസ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവണം. മിസ് തന്നിട്ടുള്ള വർക്ക്സ് മിസ് പഠിപ്പിച്ചിട്ടും വരെയെല്ലാം നമ്മുടെ പ്രാക്ടീസ് ബുക്കിൽ എഴുതി ആൻസേഴ്സ് അയച്ച് മിസ് തരണം. എന്നാലേ മിസ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.